ഹായ് ഹലോ എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ തമ്പനയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശമെന്ന്. കുറച്ച് ലേറ്റായി പോയതിന് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുന്നത് 60 ഡേയ്സിലേക്ക് അല്ലെങ്കിൽ 70 ഡേയ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും സമയമാണ് നമ്മൾ അവിടെ ചോദിക്കുന്നത്. ആ സമയം വെറുതെ ഞാനൊരു കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഏതാണ്ടൊക്കെ കാണിച്ച് അങ്ങോട്ട് തന്നിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണം നമ്മളൊരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ നമുക്കിനി വാല്യൂ ഉള്ള സാധനം എന്ന് പറയുന്നത് സമയമാണ്. ആ സമയത്തെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു ടൈം ടേബിൾ എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ധൃതി വെച്ച് കുറേ കോപ്പി പേസ്റ്റ് ചെയ്ത് അത് പഠിക്ക് ഇത് പഠിക്ക് അത് കാണീരെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ തരാതിരുന്നത്. അതുകൊണ്ട് താമസിച്ചതിന് നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഇന്ന് ഞാൻ തരാൻ പോകുന്ന ടൈം ടേബിൾ 10 ആഴ്ചത്തേക്കുള്ള ടൈം ടേബിളാണ്. അതായത് 10 ആഴ്ച എന്ന് പറയുമ്പോൾ എത്രയാണ്? 70 ഡേയ്സിലേക്കുള്ള ടൈം ടേബിളാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഗ്രി ലെവൽ പ്രിലിമിനറി എഴുതാൻ പോകുന്നവർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നും തമ്പനയിൽ നിന്ന് നിങ്ങൾ കണ്ടു കാണും. ഓക്കെ ആണല്ലോ? അപ്പം നമ്മുടെ ലക്ഷ്യം 70 ഡേയ്സ് കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് തീർക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ലാസ്റ്റ് ദിവസത്തേക്ക് റിവിഷൻ മാറ്റി വെക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏതൊരു കാര്യത്തിനും റെപ്പറ്റേറ്റീവായിട്ട് നോക്കുക, റിവിഷൻ ചെയ്ത് നോക്കുക. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ 6 ദിവസം നിങ്ങൾ പഠിച്ചിട്ട് 7ാമത്തെ ദിവസം നിങ്ങൾ ആ പഠിച്ച ടോപ്പിക്കിനെ റിവൈസ് ചെയ്യാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 6 ദിവസത്തെ ടോപ്പിക്ക് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടുണ്ട്. ആ 6 ദിവസത്തെ ടോപ്പിക്സിന് 7ാമത്തെ ദിവസം തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണർ ഒരു എക്സാം എല്ലാ ആഴ്ചയിലും നടത്തുന്നുണ്ട്. ആ ഒരു എക്സാം ഇനി നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യും. കൂട്ടത്തിൽ തന്നെ ഈ ഓരോ ആഴ്ചയും നിങ്ങൾ ഫോളോ ചെയ്തു വരുന്ന ടൈം ടേബിളിൻ്റെ കൂടെ തന്നെ എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പായിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള വീഡിയോസ്, അത് ഓഡിയോ ക്ലാസ് ആവാം, വീഡിയോ ക്ലാസ് ആവാം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, PSC ബുള്ളറ്റിനോ അല്ലെങ്കിൽ എന്ത് PIB അനുസരിച്ചുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അനുസരിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സോ അങ്ങനെ എന്തുമാവാം, നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ തന്നെ ഓരോ വീക്കിലും നിൽക്കുന്നതായിരിക്കും. അതെൻ്റെ ഉറപ്പാണ്. ഇനിയും ഈ ടൈം ടേബിളിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു 10 ആഴ്ചത്തേക്കാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 20-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഓക്കെ, 20-ാം തീയതി തുടങ്ങുന്നു. 26-ാം തീയതി വരെയാണ് ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. 20 to 26 ആണ് ഫസ്റ്റ് വീക്ക്. ഇതിനകത്ത് 6 ദിവസം നിങ്ങൾക്ക് പഠിക്കേണ്ട കണ്ടന്റ് ആണ് ആദ്യം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ 6 ദിവസം പഠിച്ച കണ്ടന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? 7ാമത്തെ ദിവസം റിവിഷൻ സമയത്ത് കംപ്ലീറ്റ് റിവൈസ് ചെയ്തിരിക്കണം. ആ ഒരു ദിവസം നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. എന്താണ് ചെയ്യുന്നത്? 6 ദിവസം എന്താണോ നമ്മൾ പഠിച്ചത് അതിനെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ദിവസം നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പിന്നെ പിറ്റേ ദിവസവും എന്ത് തുടങ്ങുന്നു? സെക്കൻഡ് വീക്കിലേക്കുള്ള ടൈം ടേബിൾ നമ്മൾ നോക്കിയിട്ട് ആ സെക്കൻഡ് വീക്കിലേക്കുള്ള ടൈം ടേബിൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പല കാര്യങ്ങളിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവിടെ പോയി അവിടെ കുറേ കണ്ടു, ഇവിടെ പോയി ഇവിടെ കുറേ കണ്ട്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യേണ്ട. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീക്കിലേക്ക് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ടൈം ടേബിൾ മാത്രം നോക്കി അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് മാക്സിമം പോയിന്റ്സ് പഠിക്കുക. തറവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തരുന്നത്. അതിനിടയ്ക്ക് പലയിടത്ത് പോയി പലത് പഠിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും. പിന്നെ ഈ ടൈം ടേബിളിനെ പറ്റി പറയുമ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ആദ്യത്തെ ഒരു ദിവസം കുറച്ച് ഹെവിനെസ് കുറച്ചിട്ടാണ് ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഹെവിനെസ് കുറച്ച് കുറവാണ്. സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും കുറച്ച് ടോപ്പിക്കിൻ്റെ ഒരു ഇൻഡെപ്ത് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഈ ഒരു ഫോളോ ചെയ്യുക, അതായത് ആദ്യത്തെ ദിവസം ഈ ഫോളോ ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് തോന്നാം അയ്യോ എളുപ്പമാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ സൈക്കോളജിക്കലി വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പോകെ നിങ്ങൾ സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്കൊക്കെ കുറച്ചേറെ ടോപ്പിക്സ് നമ്മൾ പഠിച്ച് പോകും. അതിനുശേഷം ഏകദേശം ഒരു 6-7 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു 75% കവേർഡ് ആയിരിക്കും. ഓക്കെ, ഒരു 9ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ വരാൻ പോകുന്ന കാര്യം ഓണമാണ് നമുക്ക് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് വരാൻ പോകുന്നത്. ഉറപ്പായിട്ടും നമ്മൾ ആ സമയത്ത് തിരക്കുകളൊക്കെ ആയിരിക്കും.
അത് ആരുടെയും കുറ്റമല്ല, അത് നമ്മൾ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു വീക്ക് കുറച്ച് ലിബറലായിട്ടാണ് ഞാൻ ഒരു സമയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് അതിന് മുമ്പ് പിടിക്കണം. ഓക്കെ, ആഘോഷങ്ങളൊക്കെ വേണ്ട എന്നല്ല പറയുന്നത്, അതിന് മുമ്പ് നമ്മൾ പിടിക്കുന്ന രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ ടൈം ടേബിളിനകത്ത് ഞാൻ എല്ലാ ടോപ്പിക്കും എല്ലാ ആഴ്ചയും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈം ടേബിൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടൈം ടേബിളിനകത്തും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ സിവിക്സ് ആണെങ്കിൽ സിവിക്സിനകത്ത് കുറച്ചേറെ പോർഷൻസ്, എക്കണോമിക്സിനകത്ത് കുറച്ചേറെ പോർഷൻസ്, ചിലപ്പോൾ ആ പ്രാവശ്യം ഹിസ്റ്ററി ഉൾപ്പെടുത്തിയില്ലെന്ന് വരും. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ടോപ്പിക്സ്, മലയാളത്തിൻ്റെ കുറച്ച് ടോപ്പിക്സ്, മാത്സിൻ്റെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ടോപ്പിക്സ് വൃത്തിയായിട്ട് പഠിക്കുക. വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം എപ്പോഴെങ്കിലുമൊക്കെ ഒരു മടുപ്പൊക്കെ തോന്നുന്ന സമയത്ത് മാത്സോ ഇംഗ്ലീഷോ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഒരു മടുപ്പ് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷോ മാത്സോ ഒക്കെ പഠിക്കാനായിട്ട് അതിന് സമയം മാറ്റി വയ്ക്കുക. മലയാളമൊക്കെ എന്തെങ്കിലുമൊക്കെ ശൈലികളൊക്കെ എടുത്ത് വെച്ച് വായിക്കാനായിട്ടാണ് അങ്ങനെ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പോർഷൻ തന്നെ ഞാൻ ഒരുപാട് ടോപ്പിക്ക് തന്നിരിക്കുന്നതെന്ന് പറയാം. ഇനി നമ്മൾ സൈക്കോളജിക്കലി നമുക്കൊരു കാര്യമുണ്ട്, പോകെ നമുക്ക് ടെൻഷൻ കൂടി വരും. പരീക്ഷ അടുക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ടെൻഷനായിരിക്കും. ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിന്നില്ലെന്ന് വരാം. അപ്പം നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു സൈക്കോളജിക്കൽ മൂവ് ആണ് എന്ത്? ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ സിവിക്സ് ആണ് അല്ലെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിൽ അടുപ്പിച്ച് നമ്മൾ കുറേ പോർഷൻസ് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ സിലബസ് ഇരിക്കുന്ന ഒരാൾ ടിക്കിട്ട് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ തീർത്താണ് പോകുന്നത്. അല്ലാതെ ഹിസ്റ്ററിയിൽ 2 ടോപ്പിക്ക് പഠിച്ചു, സിവിക്സിൽ 2 ടോപ്പിക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 2 ടോപ്പിക്ക്, മാത്സ് 2 ടോപ്പിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 5ാമത്തെ വീക്ക് ആകുമ്പോഴും സിലബസ് കംപ്ലീറ്റ് എടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമം തോന്നും, നമ്മൾ എങ്ങും എത്തിയിട്ടില്ലെന്ന്. പക്ഷേ എൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു 4 വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ നിന്നും മാക്സിമം കവേർഡ് ആയിരിക്കുമെന്ന് ഷുവർ ഷോട്ടാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ആദ്യത്തെ വീക്കിനകത്ത് ടൈം ടേബിളിൻ്റെ കൂടെ തന്നെ ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ SCERT ചാപ്റ്റേഴ്സും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും ആ ടോപ്പിക്ക് ഏതിനകത്തൊക്കെ നിന്ന് SCERT ആണ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് വീക്കിലെ നമ്മൾ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് വീക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഓരോ വീക്കിലും SCERT ഏതൊക്കെ കവർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി കറണ്ട് അഫയേഴ്സിൻ്റെ ഷെഡ്യൂളിനെ പറ്റി നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിൽ PSC ബുള്ളറ്റിൻ അനുസരിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ PSC ബുള്ളറ്റിൻ അനുസരിച്ച് കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെ കൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് നിന്നും ഒരുപാട് നമ്മുടെ മലയാളം ന്യൂസ് പേപ്പറിനേക്കാളും കൂടുതൽ കണ്ടന്റ് വരുന്നത് ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പം അത് വായിച്ച് ശീലമില്ലാത്തവർ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അത് നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അതൊന്ന് നോക്കി വിട്ടേക്കാം. ദെൻ മലയാളം ന്യൂസ് പേപ്പേഴ്സും അല്ലെങ്കിൽ TV ചാനലുകളൊക്കെ ഒന്ന് കാണുക. എംപ്ലോയ്മെൻറ്റ് ന്യൂസും ഇയർ ബുക്സ് ഒക്കെ ഒന്ന് നോക്കുക. കൂടുതൽ നമ്മളും കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് ചെയ്യാം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസും ഒക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ PIB ഒക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ കോമ്പറ്റീഷൻ വളരെ ഹൈഫൈ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കാലത്തിനൊപ്പം മുന്നോട്ട് പോയേ വെക്കും. പഴയ പാറ്റേൺസ് ഒക്കെ PSC തന്നെ നിർത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജോലിയാണ് ലക്ഷ്യമെങ്കിൽ എന്താണോ പുതിയ മാറ്റം അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അല്ലേ? അപ്പം ഡാർവിൻ പറഞ്ഞതുപോലെ തന്നെ സർവൈവ് ചെയ്യാൻ വളരെയധികം പ്രയാസമാണ്. ഈ സർവൈവ് ചെയ്യുന്നത് ഇനിയിപ്പം ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അടുത്ത വട്ടം എന്ന് പറയുകയാണെങ്കിൽ അത് പ്രായമൊക്കെ എല്ലാവരുടെയും കൂടി വരികയാണ് അല്ലേ? അപ്പം നമ്മളുടെ ഒരു ലാസ്റ്റ് ചാൻസ് ആണ് ഇതെന്ന് കണ്ട് തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഒരു 70 ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് സിലബസ് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർന്ന് നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് വെറുതെ എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കാനുള്ള സമയം ഞാൻ ഷുവർ ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നാണ്.
നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്നും അത് ഡ്രോപ്പ് ബോക്സിൻ്റെ ആണ്. അത് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൈൻ ഇൻ ഒന്നും ചെയ്യേണ്ട. നേരെ മുകളിലായിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ആരോ ഉണ്ട്. അവിടെ നിന്നും ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനകത്ത് പെർ വീക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പം ഫോളോ ചെയ്യുന്നവർ, നിർബന്ധിക്കുന്നില്ല, ഫോളോ ചെയ്യുന്നവർ, നിങ്ങൾക്കിത് ആപ്റ്റായിട്ട് തോന്നുന്നവർ മാത്രം ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ 100% കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 100% നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാം. ഈ വർഷം തന്നെ നിങ്ങൾക്ക് പ്രിലിംസും എല്ലാം കടന്ന് സെക്രട്ടറി അസിസ്റ്റൻറ്റും എല്ലാം പാസ്സാവാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയല്ല. നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രശ്നങ്ങളില്ലാത്തവരില്ല, വീട്ടമ്മമാരൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക. പെർ ഡേ നമുക്ക് 5 hours എങ്ങനെയായാലും കുഞ്ഞുങ്ങളുള്ളവർക്കാണെങ്കിലും കിട്ടും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, 5 മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മൾക്ക് ആ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് നാളെ ഒരു സമയത്ത് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ തന്നെ ഇതിൽ നിന്ന് കിട്ടും. നമ്മുടെ കഷ്ടപ്പാട് ദൈവം കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുക, ആത്മാർത്ഥമായിട്ട് ഇതിനെ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ടൈം ടേബിൾ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും. ആ പഠിച്ചു തുടങ്ങുന്നതിനകത്ത് 100% ആത്മാർത്ഥതയോടുകൂടി തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുകയാണ് എന്നുള്ള ഒരു ബോധ്യം ഉള്ളിലില്ലാതെ എൻജോയ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത് എന്ന് ഉറപ്പാക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.